എറണാകുളം ജില്ലാ കോടതിയിലും മാധ്യമപ്രവർത്തകർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു. കോടതിക്ക് അകത്തേക്ക് കടക്കാൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകരെ പോലീസ് തടഞ്ഞു. ജഡ്ജിയുടെ നിർദ്ദേശപ്രകാരമാണ് തടഞ്ഞതെന്ന പോലീസ്. SI പ്രതികളെ ഹാജരാക്കുന്നത് റിപ്പോർട്ട് ചെയ്യാനെത്തിയ പ്രതികളെ ഹാജരാക്കുന്നത് റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമങ്ങളെയാണ് തടഞ്ഞത്. സമീർ ചേരുകയാണ്. സമീർ, ഇന്ന് സമാധാന അന്തരീക്ഷത്തിലൊക്കെ കാര്യങ്ങൾ എല്ലാ കോടതികളിലും പോകുമെന്ന് കരുതിയെങ്കിൽ എന്താണ് അവിടെ സംഭവിച്ചത്? പ്രജീഷ്, ഇന്ന് IS റിക്രൂട്ട്മെന്റ് കേസുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട നടപടികളായിരുന്നു എറണാകുളം ജില്ലാ കോടതിയിൽ നടക്കാനിരിക്കേണ്ടിയിരുന്നത്. 11 കൂടെയായിരുന്നു ആദ്യം ഈ പ്രതികളെ കൊണ്ടുവരും എന്ന് ഈ അന്വേഷണം ചുമതലയുള്ള ACP അറിയിക്കുകയും ചെയ്തിരുന്നത്. എന്നാൽ പ്രതികളെ ഉച്ചയ്ക്ക് ശേഷമേ കൊണ്ടുവരൂ എന്നുള്ളതാണ് പിന്നീട് അറിയിച്ചിരിക്കുന്നത്. അതിന് ഇടയാക്കിയ ഒരു സാഹചര്യമായിട്ട് കാണുന്നത് അവിടെ ഒരു സംഘർഷ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. പ്രധാനപ്പെട്ട ഇന്ന് മാധ്യമങ്ങളെ അവിടെ നിന്ന് പൂർണ്ണമായും മാറ്റുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അവിടെ ജില്ലാ ജഡ്ജിയും ഗവൺമെന്റ് ലീഡറും ഇത് സംബന്ധിച്ച് ചർച്ച നടത്തുകയും അതിനുശേഷം സിറ്റി കമ്മീഷണറോട് അവിടെ സംഘർഷത്തിന് സാധ്യതയുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകരെ വിലക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതേ തുടർന്നാണ് കൊച്ചി ACPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എത്തിക്കൊണ്ട് മാധ്യമപ്രവർത്തകരോട് പുറത്തു പോകാൻ ആവശ്യപ്പെട്ടത്. ഇപ്പോൾ മാധ്യമപ്രവർത്തകരെല്ലാം തന്നെ കോടതിക്ക് പുറത്ത് റോഡിന് അരികിൽ നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പൂർണ്ണ പരിഹാരം ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി കൊച്ചിയിൽ എറണാകുളം ഗസ്റ്റ് ഹൌസിൽ വിളിച്ചു ചേർത്ത അനുരഞ്ജന ചർച്ചയിൽ ഇതിനെല്ലാം തന്നെ പൂർണ്ണമായ പരിഹാരം ഉണ്ടായതാണ്. ഇനി ഒരിക്കലും ആരുടെ ഭാഗത്തു നിന്നും പ്രകോപനപരമായിട്ടുള്ള ഒരു നിലപാടും ഉണ്ടാവരുത്, അത്തരത്തിലുള്ള ഒരു നടപടിയും അഭിഭാഷകരോ മാധ്യമപ്രവർത്തകരോ ഉണ്ടാക്കരുത് എന്നുള്ള കാര്യവും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ജില്ലാ കോടതിയിൽ എന്ത് സാഹചര്യമാണുള്ളത്? മാധ്യമപ്രവർത്തകർ അല്ലെങ്കിൽ ഒരു സംഘർഷത്തിനുള്ള സാധ്യത എന്താണ് അവിടെ ഉള്ളത്? പ്രജീഷ്, ഇവിടെ നിലവിൽ അത്തരത്തിലുള്ള ഒരു സംഘർഷ സാധ്യതയും ഇല്ല. ഇതുവരെ നിരവധി കേസുകൾ നിരന്തരം കൈകാര്യം ചെയ്യുന്ന ഈ കോടതിയിൽ പലപ്പോഴും മാധ്യമപ്രവർത്തകരും പോലീസും അഭിഭാഷകരും ഒക്കെ തന്നെ അടുത്തടുത്ത് തന്നെ ഏറെ ഇടപഴകുന്ന വ്യക്തികൾ കൂടിയാണ്. എന്നാൽ ഈ സാഹചര്യത്തിൽ പോലും ഒരു സംഘർഷത്തിനുള്ള സാധ്യതയൊന്നും ഇല്ല. എന്നാൽ ഇപ്പോൾ ഗവൺമെന്റ് പ്ലീഡർ ജില്ലാ ജഡ്ജിയുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് ഇങ്ങനെ ഒരു സംഘർഷ സാധ്യതയുണ്ട് എന്ന് ധരിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ പ്ലീഡർ നൽകിയ ഒരു ഈ പ്ലീഡറുടെ ഒരു നിർദ്ദേശത്തെ തുടർന്നാണ് ജഡ്ജി ഈ കാര്യത്തിൽ ഇടപെട്ടത്. അങ്ങനെയാണ് ഗവൺമെന്റ് പ്ലീഡറാണ് ഇപ്പോൾ സിറ്റി കമ്മീഷണർക്ക് ഇവിടെ സംഘർഷ സാധ്യതയുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ഫോൺ മുഖാന്തരം ബന്ധപ്പെടുകയും തുടർന്ന് മാധ്യമപ്രവർത്തകരെ അവിടുന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. ഈ ആവശ്യത്തെ തുടർന്നാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകരെ പൂർണ്ണമായും കോടതിക്ക് വെളിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ നിന്നും തന്നെ ഇത്തരത്തിലുള്ള ഒരു സംഘർഷ സാധ്യതയൊന്നും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഗവൺമെന്റ് പ്ലീഡറുടെ ഈ ഒരു നിർദ്ദേശം കമ്മീഷൻ അംഗീകരിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകരെ മാറ്റിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ള വലിയ സംഘർഷങ്ങൾക്കെല്ലാം തന്നെ പൂർണ്ണമായ ഒരു അറുതിയായിരുന്നു എറണാകുളം ഗസ്റ്റ് ഹൌസിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചെന്നിട്ടുള്ള അനുരഞ്ജന. ശരി, വ്യക്തമാണ്. മുഖ്യമന്ത്രിയുടെ അനുരഞ്ജന ശ്രമങ്ങൾ നടന്ന് ഒത്തുതീർപ്പിലേക്ക് എത്തിയ ശേഷം ഇപ്പോൾ എറണാകുളം ജില്ലാ കോടതിയിലെ മാധ്യമപ്രവർത്തകർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു.